ധന്യം ചൊൽകട്ടേ നിദേവം
ശാപം പലതരമുപദേശങ്ങളോ പാറിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോ ധന്യൻ. ശ്രീഹാടനസ്തുതിയും നമ്മുടെ മേൽ തന്നെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇക്കാലത്ത് ദുഷ്ടമാർക്ക് വേണ്ടി മരിച്ചുവല്ലോ, എങ്കിൽ ദുഷ്ടമാർക്ക് വേണ്ടി ഒരുത്തൻ മരിക്കുന്നത് പ്രയാസം തന്നെ. നീതിമാന്മാർക്ക് വേണ്ടി മരിക്കുന്നതിനോട് തുനിയാവും. നാം ഭാവികൾക്കായി മിശിഹ നമ്മൾക്ക് വേണ്ടി മരിച്ചതിനാൽ ഇവിടെ ദൈവം നമ്മോട് സ്നേഹത്തെ കാണിക്കുന്നു. ഇപ്പോൾ നാം അവന്റെ രക്തം മൂലം എത്രയോ അധികമായി നീതിക്കപ്പെടുകയും അതുമൂലം കോപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഇതോടൊന്ന് നാം ശത്രുക്കളൊക്കെ ഇരിക്കുമ്പോൾ ദൈവന്റെ പുത്രന്മാരുടെ മൂലം നമ്മുടെ നിലനിൽപ്പെങ്കിൽ ആ നിരപ്പിനാണ് നാം എത്രയും അധികമായിട്ട് അവന്റെ ജീവൻ മൂലം രക്ഷ പ്രാപിക്കേണ്ടതെന്ന്. അതുമാത്രമല്ല, നമ്മുടെ കർത്താവ് യേശുമിശിഹ മൂലം ദൈവത്തിൽ നിന്ന് അപമാനിക്കുന്നു. അവൻ മൂലമാണല്ലോ ഇപ്പോൾ നാം നിരപ്പിനെ പ്രാപിച്ചത്. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ ഏവങ്കേലിയോനെ ദൈവത്തിന്റെ ജീവനുള്ള കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവന്റെ രക്ഷയെ ഘോഷിക്കുന്ന വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും വിശുദ്ധ ശരീരം ലഭിച്ച ജീവനോചനമാം ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാരകാലത്തെ പ്രകാരം സംഭവിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം യേശു തമ്പുരാൻ വീണ്ടും കഫർന്നഹൂമിൽ പ്രവേശിച്ചു. അവൻ ഭവനത്തിലുണ്ടെന്ന് അറിഞ്ഞുടനെ വാതിൽക്കൽ പോലും സ്ഥലമില്ലാതാക്കത്തക്കവണ്ണം വന്നുകൂടി അവൻ അവരോട് തിരുവചനം സംസാരിച്ചു കൊണ്ടിരുന്നു. 4 ആളുകളാൽ ചുമക്കപ്പെട്ട ഒരു പക്ഷപാതക്കാരനെ ചിലർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം പോലും അവനെ സമീപിപ്പാൻ പോലും കഴിയാതിരുന്നതിനായി അവർ മേൽക്കൂര കയറി യേശുവിന്റെ നാസറത്തിന്റെ മേൽത്തട്ട് നീക്കി ആ പക്ഷപാതക്കാരൻ കിടന്നിരുന്ന കട്ടിലിനെ കീഴോട്ടിറക്കി. യേശു തമ്പുരാൻ അവരുടെ വിശ്വാസം കണ്ടിട്ട് ആ പക്ഷപാത രോഗിയോട്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ശ്രോപ്യന്മാരിലും പരീക്ഷന്മാരും ചിലർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ ദൈവദൂഷണം ചെയ്യുന്നതെന്ത്? ഏകനായി ദൈവത്തിനല്ലാതെ പാപങ്ങളെ ക്ഷമിപ്പാൻ മറ്റാർക്ക് കഴിയുമെന്ന് അവർ തങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചു. എന്നാൽ അവർ തങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നുവെന്ന് യേശു തമ്പുരാൻ ആത്മാവിൽ അറിഞ്ഞവരോട് പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? ഭൂമിയിൽ മനുഷ്യപുത്രന്റെ പാപങ്ങളെ ക്ഷമിപ്പാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനായി പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, നീ എഴുന്നേറ്റ് നിന്റെ കട്ടിൽ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം? അനന്തരം
അവൻ പക്ഷപാതക്കാരനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുന്നേറ്റ് നിന്റെ കട്ടിലെടുത്തുകൊണ്ട് ഭവനത്തിലേക്ക് പോവുക. ഇങ്ങനെ ഒരു നാളും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് വിസ്മയിച്ചുകൊണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഉടൻ തന്നെ അവൻ എഴുന്നേറ്റ് തന്റെ കട്ടിലെടുത്തുകൊണ്ട് എല്ലാവരും കാണുകയും പുറപ്പെട്ടു. പ്രകാരം തന്നെ സത്യസുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൽ തീക്ഷണയുൾക്കൊള്ളുക. ഇതിനാൽ ജയമേറ്റൂരധര മശിഹായിൽ പൂർണ്ണരും മലയിൽ മോശ ശോഭിച്ചതിനാലേ നാഥാൻ സാത്ത ഇതിനാൽ വെന്തോ യദിന കയറിയവോ തീരിൽ സദേ നയവ മാരിധിന ശ്രേഷ്ഠത പൂണ്ടല്ലോ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ബാർക്കുമോസ് വെങ്കാലോസ് കുരിയിലായിസോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയയും യാചിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതി, സ്തോത്രം, കൃപയും വാഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വന്തം ശരീരത്തിന് താൻ തന്നെ പുരോഹിതനായി തീർന്ന നിർമ്മല ബലിയും സ്നേഹപൂർവ്വം ശ്ലീബായുടെ അഗ്രത്തിൽ സ്വയം വിരിക്കുകയും മൂലം സ്വജാതികളെയും വ്യാധികളെയും രക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടുമായ കർത്താവിന് ദൈവീകമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും ഞങ്ങളുടെ ആയുസ്സിനൊക്കെയും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബക്കുൽഹുന്യമോ സ്വതഹായ പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യം സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട പട്ടക്കാരകളാൽ സുന്ദരിക്കാൻ പറ്റപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഹരവും യാചിക്കണം. ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവരും വെളിപ്പാക്കുന്നവരും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടർച്ച നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവരുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായിച്ചു കളയണമേ. ഞങ്ങളെ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചു പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കന്യകൃപയുമാകുന്നവനെ നിറയ്ക്കണമേ. കർത്താവും മഹത്വത്തിന് നാഥനുമായ രാജാവേ, ഞങ്ങൾക്കും അവർക്ക് നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവിടണമേ. ഞങ്ങളുടെ തുണയ്ക്കായി ഇടപെടണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അപേക്ഷകൾ കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളിൽ നിന്നും ദയാപൂർവം ഞങ്ങളെ അവിടുന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, കോപവഴികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം എടുത്തു മാറ്റി കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതൊരു യോഗ്യ
സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വലിയൊരു മഹാകാരുണ്യവാനും സകലവും നിറവേറ്റുന്നവനുമായ ദൈവമേ, കാഴ്ചകളെ കൈക്കൊള്ളുന്നവനായ അവിടുത്തെ ജനകനെ സ്വയം കാഴ്ചയായി ഭവിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇതിനെ നിയോഗിച്ച പിതാവിനോട് നിന്റെ കാഴ്ചയർപ്പണം പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തു. വന്ദികളും ജീവപ്രദങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിക്കത്തക്കവണ്ണം കൃപാപൂർവം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ഈ സമയത്ത് ഞാൻ നിങ്ങളിലേക്ക് നോക്കി അപേക്ഷിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വിമോചകനും വിശുദ്ധീകരണം നൽകുന്നവനുമായിരിക്കണമേ. കർത്താവേ, അവിടുന്ന് തിരുഷ്ടപ്പെട്ട് ഭയങ്കരവും ബഹുമാന്യവുമായി വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിന്റെയും വിശുദ്ധാത്മാവിന്റെയും കൃപ മൂലം തിരുസന്നിധി എപ്പോഴും നേക്കും ഞങ്ങളുടെ രക്ഷകന്റെ ശരണത്തിൽ മുൻകൂട്ടി പ്രാപിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സംരക്ഷണത്തിനും പര്യാപ്തമായി ഭവിക്കണമേ. അവിടുത്തെ പ്രാർത്ഥനകൾ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ സുരത്തിന്റെ ശിഷ്ടാവായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സ്വർണവും പിതാവും ജനിച്ചവനും പ്രകാശവും സതതീയത്തുള്ള സതതീയവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശ പിതാവിനോട് നാരിക്കുന്നവനും തന്നാൽ സ്വർഗം നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യവാഞ്ഞ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസാ പ്രകാരം സുഹൃത്തും നൽകി പരിശുദ്ധരൂഹാണെന്നും ദൈവമാത വിശുദ്ധനെവിടെയാണെന്നും ശരീരയാക്കിയിരുന്ന മനുഷ്യനായ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറക്കപ്പെട്ട് കഷ്ടത്തെ അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസങ്ങളുടെ സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ വിധിപ്പാൻ തന്റെ വലിയ മാസത്തോടെ ആണിക്കുന്നവനും തന്റെ രാജന അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട പിതാവിനോട് പുത്രനോടും കൂടി വന്ദിക്കപ്പെടാൻ ശ്രദ്ധിക്കപ്പെടുന്നവനും ഇവന്മാരും സ്നേഹന്മാരും മുഖാന്തരമായ ജീവനും വിശുദ്ധയും കാതലികവും സ്നേഹികമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാവുന്ന മാത്രമാകും ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ ഉറപ്പിനും ഒരു വാണിജ്യം ലോകത്തിലേക്ക് ജീവിതത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴിക എഴുതാ, ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാസമയം, ഉന്നത
നീ കുർബാന പ്രിയരീതു കരുണയുടെയും അറിവിന്റെയും സമയം താ സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താ ദൂരസ്ഥർ സമീപസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താ അതിനാൽ സോദരരെ വരുവേ കരുണയില നീടാം ഭാഗ്യമോസ് തമിങ്കാലോസ് ക്രീലായിസോ പരിവനാഥനും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമായ ദൈവമേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ ലോകത്തെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പരിശുദ്ധവും എപ്പോഴും സ്തുതി സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുവാനാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ഭാരതോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധ ദിവ്യമായ ചുമനത്താൽ ഓരോരുത്തരും അവനടുത്തവനോ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ സമാധാനത്തിന് ശേഷം തന്നെയുള്ള കർത്താവിന് മുമ്പാകെ നാം തലവണിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ ഭാഗ്യങ്ങൾ തലവനിക്കുന്നു. കർത്താവേ, ഇപ്പോൾ നിരുപാകതല കുരിശിൽ നിൽക്കുന്ന നിന്റെ ദാസനും ആരാധകരുമായ ഇവരെ അനുഗ്രഹപൂർണമായ നിന്റെ വലതു കൈ ആവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധനുമായും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുവാനാകണമേ. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ആത്മീയ ബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ അവിടുന്ന് നീക്കി മായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധനുമായും ഇപ്പോഴെപ്പോഴേക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുവാനാകണമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ആനന്ദത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ടപ്പെട്ട കൈകളാൽ നമ്മുടെ ഭാഗം ഇറക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയുടെ പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം എന്ന് നാം എല്ലാവർക്കും വേണ്ടി ജീവനത്തിലെ സകലത്തിന്റെ ഉടയനായ പിതാവാം ദൈവത്തിന്റെ നിരത്തിലും സമാധാനത്തിലും അയക്കുന്നു. ഈ കൃപാനുകരണയും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരീ സഹോദരന്മാരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാതവരായിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. മലകമാർ ഈശോമാലകമാർ ക്രോവേന്മാർ ശ്രോവേന്മാർ മൊത്തുവേന്മാർ മോറുബോസേന്മാർ തുടങ്ങിയ ആദർശരും അസംഖ്യരുമായ സകല സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായ്കളോടും അവർണ്ണനീയമായ ശബ്ദങ്ങളോടും കൂടെ വിജയസ്തുതി അട്ടഹസിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുന്നവരെ നമുക്കും മഹത്വപ്പെടുത്താം. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന നിലവാരമായി നേടുന്നത് പരിശുദ്ധ
പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്ദനം പരിപാലിക്കുന്നത് ആയിരം പാടുപെടാനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. താൻ സ്നേഹപൂർവം ഞങ്ങൾക്ക് വേണ്ടി ശരീരം ധരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തുകയും ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്ത കഷ്ടാനുഭവങ്ങളുടെ രാത്രി തന്റെ വിശുദ്ധത്തിനായി അപ്പമെടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുറിച്ചതിന് ശിഷ്യന്മാർക്ക് നൽകിയവരോട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. ഇപ്രകാരം തന്നെ കാസായമെടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച ദർശന്മാർക്ക് നൽകിയവരോട് അരുളി ചെയ്തു, കടകടമോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനും വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവീൻ. ഈ വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ ഇമ്പപ്പെടുമ്പോഴെല്ലാം എന്റെ വരവ് വരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചു കൊള്ളുവീൻ എന്ന് അവരോട് ഞാൻ മുൻകൂട്ടി കൽപ്പിച്ചു. കർത്താവേ, പാപികളും കുറ്റക്കാരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യ അവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായ നിന്റെ പുനരാഗമനത്തെ ഓർക്കുന്നു. ഇതു നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, ദൈവത്തോട് ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളെല്ലാവരോടും സമാധാനവും ഞങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. ദൈവമേ, എന്നോട് കരുണ ചെയ്യണമേ. കുരിയലായിസോ, കുരിയലായിസോ. പരിശുദ്ധ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകണമേ. ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി തീർക്കുകയും ചെയ്യണമേ. ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ. പുതിയ ജീവിതത്തിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കണമേ. ഞങ്ങൾ പരിശുദ്ധമായി ഇപ്പോഴും സ്തുതി സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. Amen. God, I pour in the eyes,
നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേടിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികസായ മോറമോർ ഇഗ്നാത്യോസ് അപ്രയും ദ്വിജിന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠനാഥിക തോമസ് പ്രഥമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാരൻ നാഗോമാർ അത്താനസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷ പ്രാർത്ഥിക്കണം. നിന്റെ സ്നേഹിതനെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലവും കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾ നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ സ്ത്രീസ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുവാനാകണമേ. ഈ നാഴികളും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യപ്പെടുത്തി ഉണ്ടാകുവാനായിട്ടും അവർ സുഖമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പീഡിതരെയും ക്ലേശരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും അവിടുന്ന് സംരക്ഷിച്ച് പുലർത്തണമേ. ഞങ്ങൾ സ്ത്രീസ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുവാനാകണമേ. ദൈവത്തിന്റെ വിശ്വസഭകളെയും ദേവരാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകലവർണ്ണാർത്ഥങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാർ വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഖമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയോട് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ സ്ത്രീസ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭൂമിയിലെ സർവവംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവരും വിശുദ്ധിയുള്ളവരും മഹത്വമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരെയും ശ്ലീഹന്മാരെയും എവെങ്കേലിസ്തന്മാരെയും സഹദേവന്മാരെയും ഔദ്യന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മോർ യുഹാനോ മാംദോനോയും ഷമ്മാശന്മാരിൽ പ്രധാനിയും സഹദേവന്മാരിൽ മുമ്പനും പരിശുദ്ധനും മഹത്വമുള്ളവരുമായ മോർ സ്തെഫാനോസിനെയും ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമാശ്രീയെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയാക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോട് ലഭിച്ചുള്ള അവകാശത്തിനും ഓഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ സ്ത്രീസ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുവാനാകണമേ. പ്രധാനാചാര്യനും പുണ്യവാൻ ശ്രീകൻ സഹദേവൻ യാക്കോബും ഇഗ്നാത്യസും
സാഗരത്തെ കുറിച്ച് സസ്മയം ധരിച്ചവനും സത്യവനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ പൂർണ്ണിമസും സൂര്യനെ തന്റെ കിരീടവും ദൈവത്തിന്റെ പ്രസിദ്ധ സൗന്ദര്യന്റെയും വിവേകമുള്ള വായത്തോടും മൺപാനും പുഷ്പങ്ങൾ കൂടെ തന്നെ അമേജസ്ഥലവും മറിയാൻ സംശയം കൂടാതെ നെയ്മാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസരിച്ചതുമായ ഞങ്ങളുടെ പാത്രീസ് മോർ സേവ്യസും സത്യവിശ്വാസത്തിൽ നിലനിർത്തി നീതിമാൻ പ്രശ്നവുമായ ഞങ്ങളുടെ ബാബാമായ യാക്കപ്പെടുതനെയും മോർ യാക്കോവും മോശമാക്കും പാറയും ദുഃഖിതമായ തരവനായ മോർ പ്രസവമോയും മോർ ക്ഷമപ്രസ്തോനയും തെരഞ്ഞെടുപ്പെട്ട മോറബായും മോർ അജ്ഞാതസേനയും പാത്രീസും മോർ ബസേനയും മരങ്ങളിലെ മോർ മൃഗവേസും മോർ അബ്ദുൽ ജലീൽ ബാബായും ശ്രീബാ മോർ ഉസ്താദിയോസും മോർ അത്താനിയസ് പൗലോസ് മോർ ബസിലോസ് ശക്രമഫ്രിയാനെയും മോർ കുറിലോസ് യുവാക്കി ബാബായും മോർ കുറിലോസ് പൗലോസ് മെത്രോപൊളിറ്റയും ആയ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവടുന്ന കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചവരെ ഏൽപ്പിച്ചതുമാരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ വിഭവമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, മൂന്ന് പരിശുദ്ധ സുന്നഹദോസുകളിലെ സത്യവിശ്വാസത്തിന്റെ പാലമേ, ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ പരിശുദ്ധമായി എപ്പോഴെപ്പോഴും എന്നേക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുയർന്നവരായി ഈ പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകലമരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മരുവിടെയും തന്റെ അടിയിലേക്ക് എടുത്തുകൊണ്ടതായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായി തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന അട്ടഹസിച്ച് പറയണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. വിശ്വാസികളായ ഞങ്ങളെ വിളിച്ച് പോയവരെ, അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർത്ത് ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുകയും ദണ്ഡനങ്ങളിൽ നിന്നും അതിവേദനകളിൽ നിന്നും അവരെ രക്ഷിക്കുകയും ചെയ്യണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദ്ദീപിക്കണമേ. അവൻ മുഴുവനുള്ളവരുടെയും പാപമോചനം പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവരിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മനുഷ്യരെ നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടാതെയും അറിവോട് മറുകൂടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങൾ വരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ പരിചരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാരായുള്ള ദണ്ഡനങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകണമേ. തന്മൂല സകലത്തിൽ നിന്നും സകലത്തിന് ബഹുമാനിയും പാട്ടുപെടുന്നതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. Hallelujah.
നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ
പ്രാപിക്കുമ്പോൾ ഭയത്തോടും വിരലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, ദൈവമേ, കരുണ ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ദൈവത്തിനും പരിശുദ്ധനായ എല്ലാവരും പരിശുദ്ധനില്ല. ആമേൻ. ജീവനുള്ള പരിശുദ്ധമായ സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. തിരുസുധര വരുവാൻ നമ്മെ അവരുള്ളപ്പോൾ പഠിപ്പിച്ച താരൻ മാറിയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം അടിവില്ലാത്തൊരു മോക്ഷത്തിൽ നയവാൻമാരവനെ മാരോടൊരുമേ ശാശ്വാസമവർ കരുണത്തെ ദൈവസുതൻ ഭൂയോരാഹെ മേലൈനു ആധാരേ. സ്തുതിയോടോ രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ വലഭാഗേ രാജഭാമിനിയും പുഷ്ടികളും
കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിന് പാപങ്ങളുടെ മോചനത്തിന് ഞങ്ങളുടെ കർത്താവും
പരിശ്രമിച്ച് ഇതിനെ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാഥ കൃപ ചെയ്യണമലേവ, കൃപ ചെയ്യണമോ തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി, കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവരുടെ ശരണവും ആയോനേ, നിന്നെ കുമ്പിടുമേ ലോകം, നാവുകൾ നിൻ നാമം വാഴ്ത്തും. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ യോഗ്യരായ ശരീരങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനായി നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് ഏകജാതന പരിശുദ്ധമായി എപ്പോഴും സ്തുതി സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. വാർത്തമാർഗപ്പെട്ട വിശ്വാസികൾ കേൾക്കുന്നതിന് ശേഷം വീണ്ടും കാരണവാനകത്താൻ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവരേ, നിന്റെ ഭാഗ്യങ്ങൾ തലവനിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യേശു മിശിഹ, നിന്റെ എല്ലാവരുടെയും പരിശുദ്ധ റൂഹായുടെ തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ബലിയായി അർപ്പിക്കപ്പെട്ടു. നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകി നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും നിന്നിലുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഗന്ധ നടപടികളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരിച്ചുപോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരത്തിലെ നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ആമീൻ. ധാരയ്ക്കുമോ കഠിന തുടർച്ചയിൽ
തനിക്ക് ലഭിക്കുവാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം ആയത് കൂടി അവർ തന്റെ സ്നേഹിതനെ യേശുവിന്റെ പക്കലേക്ക് കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് ലഭിക്കാത്ത ഒരു കാര്യം മറ്റൊരുവന് ലഭിക്കരുത് എന്ന വലിയ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ പലപ്പോഴും നിലനിൽക്കാറുണ്ട്. എനിക്കൊരു അനുഗ്രഹം ലഭിച്ചില്ലെങ്കിൽ അത് മറ്റാർക്കും ലഭിക്കാൻ പാടില്ല. എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ അത് വേറൊരാൾക്ക് ലഭിക്കാൻ പാടില്ല. എനിക്ക് കിട്ടിയതിന് ശേഷം വേറൊരാൾക്ക് ലഭിച്ചാൽ അതിന് തെറ്റില്ല. എന്നാൽ എനിക്ക് ലഭിക്കുന്നതിന് മുമ്പ് വേറൊരാൾക്ക് ലഭിച്ചാൽ അത് ശരിയാവില്ല. എന്നാൽ ഈ ചെറുപ്പക്കാർ ഇവിടെ കാണിക്കുന്നത് ഇതിന് വിപരീതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. യേശു അവരെ സൗഖ്യപ്പെടുത്തില്ല എന്നവർക്ക് അറിയാമായിരുന്നു. കാരണം ഒരുപക്ഷെ അവർക്ക് ആവശ്യവുമില്ലായിരിക്കാം, അല്ലെങ്കിൽ ഈ സ്നേഹിതന്റെ അത്രയും ആവശ്യം അവർക്കില്ലായിരിക്കാം. എന്നിട്ട് കൂടി ഈ സ്നേഹിതനെ യേശുവിന്റെ പക്കൽ കൊണ്ടുവരികയാണ്. അത് വെറുതെയല്ല കൊണ്ടുവരുന്നത്, ആ ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കിയാണ് കൊണ്ടുവരുന്നത് എന്നുകൂടി ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ നോമ്പ് കാലഘട്ടത്തിൽ ഇത് തന്നെയാണ് നാമും ചെയ്യേണ്ടത്. നമുക്കൊരു നന്മ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, വേറൊരാൾക്കൊരു നന്മയുടെ ആവശ്യമുണ്ടെങ്കിൽ അവനെ ആ നന്മയിലേക്ക് കൊണ്ടു ചെല്ലുവാൻ തക്കവണ്ണം നമുക്ക് എപ്പോഴും ഒരു മനസ്സുണ്ടാകണം. മുഖ്യമന്ത്രി ആയാലും മറ്റ് സംഘടനകൾ വഴിയായാലും കിറ്റ് നൽകുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചെന്ന് വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പലരോടും ഇത് ചൊല്ലി തർക്കമുണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ പല വീടുകളിൽ ചെല്ലുമ്പോൾ ആ വീട്ടില് പ്രത്യേകിച്ച് നല്ല ശേഷിയുള്ള വീടായിരിക്കും. എന്നാൽ തന്നെ അവർക്ക് പെട്ടെന്നൊരു ഇതാണ്, ഇല്ല ഇത് എനിക്ക് അർഹതപ്പെട്ടതാണ്, ഞാൻ വാങ്ങിച്ചാൽ പറ്റും. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആവശ്യമെങ്കിൽ വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ വാങ്ങിക്കേണ്ട കാര്യമില്ല. അത് അർഹതപ്പെട്ട വേറൊരാൾക്ക് ലഭിക്കും. അത് വേണമെങ്കിൽ അതിനൊരു ഓപ്ഷനും നമുക്ക് ചെയ്യാം. ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്വാർത്ഥത മൂലം, നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതി മൂലം വേറൊരുവന് ഒരു സൗഖ്യം, വേറൊരുവന് ഒരു അനുഗ്രഹം ലഭിക്കാതെ പോകരുത്. അങ്ങനെ ചെയ്താൽ ഈ നോമ്പുകാലം വൃഥായി പോകുകയാണ്, വെറുതെ വേസ്റ്റായി പോകുകയാണ് എന്ന് ഓർക്കണം. നമ്മളെല്ലാവരും ഭക്ഷണ ക്രമീകരണം കൊണ്ട് തൃപ്തരായി നിൽക്കുകയാണ്. എന്നാൽ അത് പോരാ. അതാണ് യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നാം ക്രമീകരണങ്ങൾ ഭക്ഷണത്തോട് മാത്രം ചെയ്യാതെ ജീവിത രീതികളോട് കൂടി ചെയ്യണം. ഇപ്പോൾ ഈ നോമ്പ് കാലത്ത് പരിഹാരമില്ലാത്ത കാര്യങ്ങൾക്ക് പരിഹാരം കാണുവാൻ പ്രാർത്ഥിച്ച് ഇറങ്ങി തുനിയണം. ആർക്കെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ലഭിക്കാത്തൊരു സഹായം അവന് വേണ്ട, അവൾക്ക് വേണ്ട എന്ന് ചിന്തിക്കാതെ, ഇത് നോമ്പുകാലം ആയതുകൊണ്ട് എത്ര കഠിനാധ്വാനം ചെയ്താണെങ്കിലും എത്ര പരിശ്രമിച്ചാണെങ്കിലും ഞാൻ സഹായിച്ചിരിക്കും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക തന്നെ വേണം. അതാണ് ഈ ചെറുപ്പക്കാർ നമ്മളെ കാണിക്കുന്നത്. അത് മൂലം കൂടിയാണ് യേശു ഈ സൗഖ്യപ്പെടുത്തലിന്റെ പ്രക്രിയയിലേക്ക് കടക്കുന്നത് എന്ന് നാം ഓർക്കണം. രണ്ടാമതായിട്ട് ഈ വ്യക്തിയുടെ നടക്കുവാൻ ശേഷിയില്ലാത്ത ഈ ആടിന്റെ കാര്യമാണ് നാം നോക്കേണ്ടത്. പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ സഹായിക്കുവാനായിട്ട് തുനിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളതൊരു ഈഗോ വിഷയമാക്കി തീർക്കുകയാണ്. നമ്മൾ വേറൊരാളുടെ പക്കൽ നിന്ന് സഹായം വാങ്ങിക്കുകയില്ല എന്നങ്ങ് ഓർക്കുകയാണ്. എന്നാൽ അങ്ങനെ ചിന്തിക്കരുത്. എല്ലാവർക്കും സഹായം വേണ്ടതായ ഒരു സന്ദർഭം വരും. ആ സന്ദർഭം തിരിച്ചറിഞ്ഞ് സഹായിക്കുവാൻ വരുന്നവനെ തട്ടിക്കളയാതെ അവന്റെ സഹായം സ്വീകരിക്കണം. സഹായം എല്ലാവർക്കും ആവശ്യമാണ്. നിങ്ങൾക്കും എനിക്കും സഹായം ആവശ്യമാണ്. നമ്മുടെ എത്ര തലപ്പത്തിരിക്കുന്നവനാണെങ്കിലും സഹായം ആവശ്യമാണ്. സഹായവും സഹകരണവും ഇല്ലാത്ത ഒരു സമൂഹമല്ല. സഹായവും സഹകരണവും ഇല്ലാത്ത ഒരു രാജ്യം ജനാധിപത്യ രാജ്യമല്ല എന്ന് കൂടി ഓർക്കണം. ഇപ്പോൾ നമ്മുടെ അടുക്കൽ ഒരാൾ വരുമ്പോൾ അയാളെ തട്ടിക്കളയാതെ, അയാളെ ചിന്ത പറഞ്ഞോടിക്കാതെ അയാളിലെ നന്മ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നെ സഹായിക്കുവാൻ ഒരാൾ വരുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. ആ തിരിച്ചറിവ് ഈ സഹായത്തിന്റെ പ്രക്രിയയിലേക്ക് എന്നെ കൂടി ചേർത്ത് നിർത്തുവാൻ എന്നെ സഹായിക്കുകയും വേണം. ഇതാണ് ആ ചെറുപ്പക്കാരൻ ചെയ്തത്. ആ ചെറുപ്പക്കാരനെ ഒരു സാധാരണക്കാരനായിട്ട് ഓർക്കരുത്.
അദ്ദേഹത്തിന് നടക്കുവാൻ ശേഷിയില്ലായിരുന്നു എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം അദ്ദേഹം വളരെ പാവപ്പെട്ടവനോ വളരെ നിവൃത്തിയില്ലാത്ത കുടുംബത്തിൽ നിന്നുള്ളവനായിരുന്നു എന്ന് അവിടെ പറയുന്നില്ല, അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഇടത്തര കുടുംബത്തിൽ നിന്ന് വന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ചിന്തിക്കാമായിരുന്നു, എന്റെ സുഹൃത്തുക്കളുടെ സഹായം എനിക്ക് ആവശ്യമില്ല, യേശു വരുമ്പോൾ എന്നെ വന്ന് സൗഖ്യമാകട്ടെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി ഞാൻ തന്നെ പോയി ആ സൗഖ്യ പ്രക്രിയ നടക്കട്ടെ എന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? തന്റെ സ്നേഹിതരിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. ആദ്യമേ ദൈവത്തിൽ, യേശുവിൽ, അതിനുശേഷം സ്നേഹിതരിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. കാരണം എന്താണ് അത് ചെയ്യുന്നത്? ഈ മേൽക്കൂര പൊളിച്ചാണ് തന്നെ താഴേക്ക് ഇറക്കുന്നത്. എന്താ അർത്ഥം? മേൽക്കൂരയ്ക്ക് ഒത്തിരി ഹൈറ്റ് ഉണ്ടായിരുന്നു അല്ല, എന്നാൽ ശരാശരി ഹൈറ്റ് അതിനുണ്ടായിരുന്നു. അത് പൊളിച്ച് ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രക്രിയയിൽ ഒരു ചെറിയ നാണക്കേടുണ്ടായി. കാരണം ബാക്കിയുള്ള മാന്യന്മാരെല്ലാം മാന്യമായ രീതിയിൽ ശരിയായിട്ടുള്ള വാതിൽ വഴി ചെന്നാണ് യേശുവിന്റെ അടുക്കൽ ഇരിക്കുന്നത്. എന്നാൽ അത്ര മാന്യമല്ലാത്ത ഒരു പ്രക്രിയയിലൂടെ മേൽക്കൂര പൊളിച്ചാണ് ഈ യുവാവ് താഴേക്ക് ഇറങ്ങുന്നത് എന്ന് ഓർക്കണം. അദ്ദേഹത്തിന് ഓർക്കാമായിരുന്നു, നാണക്കേടല്ലേ, യേശുവിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയല്ലേ, പ്രയാസപ്പെടുത്തുകയല്ലേ എന്നൊക്കെ ചിന്തിച്ച് അയാൾക്ക് മാറി നിൽക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം അത് ചെയ്യുന്നില്ല. അദ്ദേഹം ഈ സ്നേഹിതരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി തീരുകയാണ്. കാരണം ആ വിശ്വാസത്തിൽ ഒരു നന്മയുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. സ്വന്തം സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം അവിടെ പോകുന്നത്, മറിച്ച് ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണമാണ് അദ്ദേഹം അവിടെ പോകുന്നത് എന്നുകൂടി ഈ സമയത്ത് ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് വരുത്താം. ഒന്ന്, വേറൊരുവന് ഒരു സഹായമാകാൻ, വേറൊരുവന് ഒരു അനുഗ്രഹമാകാൻ, വേറെ ഒരുവനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് ഉപയോഗിക്കാം. രണ്ട്, നോമ്പുകാലം സഹായങ്ങൾ ഏറ്റുവാങ്ങുവാനുള്ള കാലമാണെന്ന് ഓർക്കണം. ഏത് വലിയ മനുഷ്യനും ഏത് കൊമ്പത്തിരിക്കുന്നവനും ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സഹായം വേണം. ആ സഹായത്തിന്റെ നന്മ, അത് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവരുടെ നന്മ തിരിച്ചറിഞ്ഞ് ഈ സഹായം ആ സമയത്തേക്കെങ്കിലും ഏറ്റുവാങ്ങുവാനുള്ള ഒരു വലിയ മനസ്സും കാണിക്കുക തന്നെ വേണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ നോമ്പ് കാലത്ത് കുറച്ചുകൂടി ശക്തീകരിക്കട്ടെ, ആത്മീയമായിട്ട് നല്ല രീതിയിൽ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിൽക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, വീണ്ടും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. വലിയ പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒരാഴ്ച കൂടി ഞങ്ങളെ അവിടുന്ന് മാറ്റി നിർത്തി. അതിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഈ ദേവാലയത്തിലെ സകല വ്യക്തികളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഭവനങ്ങളിലുള്ളവരെ അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലുള്ളവർ, സ്ത്രീ പുരുഷന്മാർ, കുഞ്ഞുങ്ങൾ, പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, ഭവനം നോക്കുന്നവർ, ബിസിനസ് നടത്തുന്നവർ, ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പ്രവർത്തനം നടത്തുന്നവർ, എല്ലാവരെയും ഒരേപോലെ അവിടെ നോക്കുകയും അവരെ സഹായിക്കുകയും ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഭീതികളിൽ നിന്നും ഓരോരുത്തരെയും അവിടെ അകറ്റി നിർത്തുകയും ചെയ്യണമേ. അങ്ങനെ വാഗ്ദാന പ്രകാരം വാഗ്ദത്ത ദേശവും വാഗ്ദത്ത നിത്യജീവനും ഞങ്ങൾക്ക് അർഹതപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. മടിച്ചു നിൽക്കാതെ, ഭയപ്പെടാതെ, ദൈവമായ കർത്താവേ, മുട്ടുമേൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് എല്ലാം ലഭ്യമാക്കി തരും എന്ന് വിശ്വസിച്ച് മുന്നേറുവാൻ, പ്രത്യാശയുള്ള ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. വളർന്നു വരുന്ന തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേവാലയത്തിന് മാത്രമല്ല, ഈ ദേശത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വലിയ മുതൽക്കൂട്ടായി അവർ മാറണമേ. മൂല്യമുള്ളവരായി അവർ വളരണമേ. എല്ലാ രീതിയിലും മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സുള്ളവരായി തീരുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, രോഗികളെ പ്രത്യേകമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലുള്ളവരെയും ഭവനങ്ങളിലുള്ളവരെയും അവിടുന്ന് സന്ദർശിച്ച് പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിന്റെ ആവാസം അവർക്ക് നൽകുകയും അവരുടെ രോഗങ്ങൾ ഇല്ലാതെയാക്കി
വലിയ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യണമേ. COVID-19 വൈറസ് ഭീതി മാറാത്ത ഈ അവസരത്തിൽ അനേക സംസ്ഥാനങ്ങളിൽ അത് വീണ്ടും കൂടി വരുമ്പോൾ ദൈവമായ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വ്യാപനം, ഈ വൈറസിന്റെ വ്യാപനം മാറ്റിക്കളയുകയും നന്മ ഈ ദേശത്തും ലോകത്തും മുഴുവൻ നിറഞ്ഞുകൊണ്ട് എല്ലാ തിന്മയും എല്ലാ രോഗങ്ങളും മാറിപ്പോകുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പുണ്യാത്മാക്കൾക്ക് ആശ്വാസത്തിന്റെയും ആനന്ദത്തിന്റെയും ഭവനമാവ് നൽകണമേ. ആയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ എല്ലാവരും കഴിയുന്നിടത്തോളം പ്രാർത്ഥനയിൽ കഴിയുവാൻ തക്കവണ്ണം, നിങ്ങളുടെ ജീവിത രീതികളിൽ ക്രമീകരണം ചെയ്യുവാൻ തക്കവണ്ണം ഓർത്തുകൊള്ളണമേ എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. സഭ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ ഇത്രയും നല്ല രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനുള്ള കാരണം എന്താണ്? ശിഷ്യന്മാരുടെ തലവനായി അദ്ദേഹം ഇരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ദൈവീകമായ ഒരു അനുഭവം, യേശു ക്രിസ്തുവിനോടുള്ള അടുപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സിംഹാസനമാണ് നമ്മൾ വന്ദിക്കുന്നത്. ആ സിംഹാസനമാണ് നമുക്ക് ബലം എന്നെപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന വലിയ പുണ്യ ആത്മാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടുപേരുടെ പേര് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ബെന്യാമീൻ എസ്താഥോസ് തിരുമേനി ദേവാലയത്തിന്റെ തന്നെ തിരുമേനി ആയിരുന്നു. അതോടൊപ്പം തന്നെ കോട്ടയം ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തയായിരുന്ന ഗ്രിഗോറിയോസ് പെരുമ്പള്ളി തിരുമേനി വലിയ രീതിയിൽ സഭയെ പിടിച്ചു നിർത്തിയ ഒരു പിതാവായിരുന്നു. ഈ രണ്ട് പുണ്യാത്മാക്കളും സഭയുടെ എല്ലാ മക്കൾക്കും ചെയ്ത ഓരോ കാര്യങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. അവരുടെ ബലം നമുക്കും ലഭിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയാണ്. ക്ഷീണത്തിന്റെ അവസ്ഥ, വലിയ ബലഹീനതകൾ, ഇതെല്ലാം മാറ്റി നിർത്തി അനേക സ്ഥലങ്ങളിൽ ചെന്ന് ജനത്തെ അവർക്ക് പിടിച്ചു നിർത്തുവാൻ, ബലപ്പെടുത്തുവാൻ സാധിച്ചു. ആ ജീവിതങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദേവാലയത്തിന്റെ പണികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണ്. 3 രീതിയിൽ ഉള്ള സഹായങ്ങളാണ് പൊതുവായിട്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. കൂടുതലും തിരുവല്ലയ്ക്ക് പുറത്തു നിന്നുള്ള പല ആളുകൾ നല്ല രീതിയിൽ ദേവാലയത്തെ സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ചെറിയ വരുമാന മാർഗങ്ങളുള്ള, ചെറിയ ജോലികളുള്ള ആളുകൾ ആ വരുമാനത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ച് എല്ലാ മാസവും ദേവാലയത്തിന് ഒരു തൈത്ത് മാറ്റിവെച്ച് തരുന്നുണ്ട്. അത് ദേവാലയത്തിന് തീർച്ചയായിട്ടും വലിയ സഹായമാണ്. ചെറുതും വലുതുമായിട്ടുള്ള തൈത്തുകൾ അങ്ങനെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഈ ദേവാലയത്തെ ഓർക്കുകയും നിത്യവും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കുമായിട്ട് ഈ സമയത്ത് നന്ദി പറയുകയാണ്. നമ്മുടെ പണികൾ പൂർത്തിയാകുവാൻ ഇനിയും സമയമെടുക്കും. എല്ലാവരും ഒത്തിരി ക്ഷമ കാണിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം നന്നായിട്ട് വിനിയോഗിച്ച് നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥലം ലഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അതിനായിട്ട് എല്ലാവരും എല്ലാ ദിവസവും അല്പം സമയം മാറ്റിവെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം വിനയത്തോടെ ഓർപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള നമ്മുടെ മുഖ്യ പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നത് പോലെ നന്നേക്കുള്ള അപ്പം ഇതുവരെയും ദൈവം ഈ ദേവാലയത്തിന് തന്നിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് എവിടെയെങ്കിലും നിന്നും ദൈവം അത് എത്തിച്ചു തന്നിട്ടുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ദേവാലയത്തിന്റെ ഓരോ ഇഷ്ടികയും, ഈ ദേവാലയത്തിന്റെ ഓരോ ഭാഗവും പണിയപ്പെടുമ്പോഴും അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഈ സമയത്ത് നമ്മളെ തന്നെ നമുക്ക് ഓർമ്മിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പിതാക്കന്മാരെയും പട്ടക്കാരെയും നമുക്ക് സമർപ്പിക്കാം.
ഈ ദേവാലയത്തിന്റെ ഇതുവരെയുള്ള വളർച്ചയിൽ അവർ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും ദൈവത്തെ നമുക്ക് വീണ്ടും സ്തുതിക്കുകയും ചെയ്യാം. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ സമയത്തും എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പരിശുദ്ധ ദൈവമാതാവിന്റെയും പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെയും പരിശുദ്ധ കുറിയാക്കോസ് സഹദായുടെയും പരിശുദ്ധ കൗമാ സഹദായുടെയും മധ്യസ്ഥതയാൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാവുന്ന സത്യേക ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.